പലതരം ആലോചനയാണ്. ഇവരെ മുഴുവൻ പാക്ക് ചെയ്ത് ആഫ്രിക്കയിലേക്ക് വിട്ടാലോ, എങ്ങനെയാണ് ഒരു സമൂഹത്തെ ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ള ആലോചനകളിലേക്ക് പോകാൻ കഴിയുക? 90% സ്കൂളുകളുടെ കെട്ടിടങ്ങളും സമ്പൂർണ്ണമായി ഇല്ലാതായി ആ പ്രദേശത്ത്, ഗാസയിലെ. ഇതിപ്പോൾ ഗാസ സമ്പൂർണ്ണമായി പിടിച്ചെടുക്കാൻ തീരുമാനിക്കുമ്പോൾ പിന്നെ അവിടുത്തെ സ്കൂളിലെ കെട്ടിടങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല. ആശുപത്രികൾ ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ ആശുപത്രികൾ ഇല്ലാതായി ആ ഗാസയിൽ മാത്രമല്ല ഈ പ്രശ്നം നടക്കുന്നത്. ഇതിനകത്ത് വേറൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. വെസ്റ്റ് ബാങ്കിൽ ഏതാണ്ട് എല്ലാം സമാധാനപരമായി ഒക്കെ പോവുകയാണെന്നുള്ള മട്ടിലാണ് നമ്മൾ എപ്പോഴും ഗാസയിൽ ഈ വലിയ വംശഹത്യ നടക്കുമ്പോൾ അത് മാത്രം ആവർത്തിച്ച് പറയുമ്പോൾ കരുതുന്നത്. പക്ഷേ അവിടെയും കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 10,000-ന് മേലെ ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു വെസ്റ്റ് ബാങ്കിലും. അപ്പോൾ സമ്പൂർണ്ണമായി ഈ ഫലസ്തീൻ ജനതയെ ഇല്ലാതാക്കാൻ വേണ്ട നീക്കം തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് എങ്ങനെയാണ് ഇനി അവസാനിക്കുക എന്ന്, കാരണം നമുക്ക് അതിനകത്ത് ഒരു സൊല്യൂഷനുമില്ല. ഈ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു സൊല്യൂഷനുമില്ല. ഇപ്പോഴും ഇസ്രായേലിന് ആയുധം കൈമാറുന്നവരാണ് ഈ ലോകത്തെ ഏറ്റവും അപകടകാരികളായ രാഷ്ട്രങ്ങൾ എന്നുള്ള കാര്യം മാത്രം പറഞ്ഞു വയ്ക്കാം. അതാണ് ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല എന്ന് മാത്രമേ പറയാൻ താല്പര്യമുള്ള കാര്യമല്ലോ. ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ ഹർഷ. അതായത് ഇപ്പോൾ പലസ്തീനൊപ്പം വേണ്ടി സംസാരിക്കുന്നവർ ആരാണോ അവരാണ് ചരിത്രത്തിൽ നന്മയുടെ പാതയിൽ നിന്നു എന്ന് രേഖപ്പെടുത്തപ്പെടുക. ഈ ബാക്കിയുള്ള ആളുകൾ ഇവിടെ അടക്കം ഉണ്ടല്ലോ ആളുകൾ, അതായത് ചില ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആൾക്കാരുടെ ഇസ്രായേലിന് പിന്തുണ, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ഭയങ്കര ഹീറോ ആണെന്നൊക്കെ പറയുന്നത്. അവർ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിൽ ഏറ്റവും നിന്ദ്യരായിട്ടുള്ള മനുഷ്യർക്കൊപ്പം മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടാവുക. അതിൽ അവരെ നയിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആയിരിക്കും. ഈ നെതന്യാഹു മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇങ്ങനെ കൊന്നു തീർത്ത് കളയാൻ പറ്റും ഒരു സംസ്കാരത്തെയും ഒരു സമൂഹത്തെയും അപ്പാടെ എന്ന് വിചാരിക്കരുത് അയാൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൊന്നു തീർത്ത് കളയാൻ പറ്റും മറ്റൊരു സംഘത്തിനെങ്കിൽ അയാൾ തന്നെയും ഈ ലോകത്ത് ജനിക്കുക പോലും ഇല്ലായിരുന്നു. കാരണം ഈ ഹിറ്റ്ലർ എന്ന് പറയുന്ന ആൾ ഒരു മെഷീനറി അപ്പാടെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് മനുഷ്യരെ കൊല്ലാൻ വേണ്ടി പോയത്, പർജ് ചെയ്ത് കളയാൻ വേണ്ടി പോയത്. ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ചരിത്രം അവിടെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ 1000 കുട്ടികൾ ഈ ഇത്രയും വലിയ നിന്ദ്യമായിട്ടുള്ള ഭീകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പോസിറ്റിവിറ്റി കാണുന്നത് തന്നെ ശരിയല്ല. എങ്കിലും ഞാൻ പറയാം, 1000 കുട്ടികൾ അവിടെ ഖാൻ യൂണിസിൽ സ്കൂളിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങി അവരുടെ പതാക ചുഴറ്റിയിട്ട് അവർ അവിടെ വന്ന് നിന്നായിരുന്നു. എന്ന് മാത്രമല്ല, അവിടെ നദീൻ അയൂബ് എന്ന് പറയുന്ന പലസ്തീനിൽ നിന്ന് ആദ്യമായിട്ടുള്ളൊരു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന, ലോക സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടി കൂടെ ഈ പലസ്തീൻ പ്രശ്നം ലോകവേദിയിൽ ഉന്നയിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ ഉണ്ട്.